നമ്മുടെ കയ്യിൽ ഒരു തിരുഹല്ലേലേ പറയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പൽക്കാലം നമുക്ക് ദൈവസന്നിധി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, സ്തുതിഗന മഹിമയെല്ലാം ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം നമ്മെ കൊണ്ടുവന്നു. ഇന്ന് പൽക്കാലം നാം ദൈവത്തെയാണ് ആരാധിക്കുന്നുള്ള അറിവോടുകൂടെ ദൈവസന്നിധിയിലേ ഇരിക്കുക. ഹല്ലേലൂയ. നാം ആരെയാണ് സേവിക്കുന്നത്, ആരാധിക്കുന്നത്, ആർക്കാണ് മഹത്വം കൊടുക്കുന്നത്, ആരോടാണ് നാം പ്രാർത്ഥിക്കുന്നത്, എന്താണ് നമുക്ക് ലഭിക്കേണ്ടത് എന്നുള്ളൊരു അറിവോടുകൂടെ ദൈവസന്നിധിയിരുന്ന് നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ആരാധന മുഖാന്തരം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് പൽക്കാലം നാം അറിഞ്ഞിരിക്കുക. മനസ്സിലായോ? നാം ദൈവസന്നിധി വരുമ്പോൾ ആരെയാണ് ആരാധിക്കുന്നത്, ആരെയാണ് സേവിക്കുന്നത്, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് എന്താണ് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടത് എന്നറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് വേണ്ടത് ആവശ്യം പോലെ ആവശ്യ സമയത്ത് തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പിൽക്കാലം നാം മനസ്സിലാക്കുക. നമുക്ക് വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ദാനിയേലിന്റെ പ്രവചനം 6-ാം അധ്യായത്തിന്റെ അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. ഇവിടെ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ഈ ദാനിയേലിന്റെ പ്രവചനം നാം വായിക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും ആ രാജ്യത്ത് ഉണ്ടായിരുന്ന നമ്മെ കാണുവാൻ കഴിയും. ദൈവത്തെ സേവിക്കുന്ന ശദ്രക്ക്, മേശക്ക്, അതിനെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തെ സേവിക്കുന്ന ദാനിയേലിനെ അവിടെ കാണുവാൻ കഴിയും. അപ്പൊ മറ്റുള്ളവർ ആരാണ് അവരെ സേവിച്ചുകൊണ്ടിരുന്നത്? എല്ലാ കാലഘട്ടത്തിലും മൃത്യാമൂർത്തികളും അന്യസേവകളും ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന അനേക ദൈവങ്ങളും ശകനവാദികളും മന്ത്രവാദികളും ദേശാധിപതികളും ഉള്ള കാലത്ത് ദാനിയേല് ആരെ സേവിച്ചു എന്നറിയാമോ? ദൈവത്തെ സേവിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പൽക്കാലം എനിക്ക് ആരംഭമായി നിങ്ങളോട് പറയുവാനുള്ളത്, നിനക്കൊരു അറിവ് ലഭിക്കണം. ഞാൻ ആരെയാണ് സേവിക്കുന്നത്, ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ദൈവത്തെ സേവിക്കുന്നത്, ഈ ദൈവത്തെ സേവിച്ചാൽ എനിക്ക് എന്ത് കിട്ടും, എനിക്കതുകൊണ്ട് എന്ത് ലാഭം. നിനക്ക് ലാഭമില്ലാത്ത കാര്യം നീ ചെയ്യരുത്. മനസ്സിലായോ? നിനക്ക് അറിവില്ലാത്ത കാര്യം നീ ചെയ്യരുത്. നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത ദൈവത്തെ നീ സേവിക്കരുത്. ഹല്ലേലൂയ. നിനക്ക് എന്തെങ്കിലും തരുവാൻ കഴിയാത്ത ദൈവത്തെ നീ എന്ത് ചെയ്യരുത്, നീ ആരാധിക്കരുത്, സേവിക്കരുത് എന്ന് ഞാൻ മുൻകൂട്ടി നിന്നോട് പറയട്ടെ. ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ രാജാവിന്റെ കൽപ്പന എന്ത് കിട്ടി? കൽപ്പന പ്രകാരം അവര് കൊണ്ടുപോയി സിംഹഗുഹയിലിട്ടു. ആരുടെ കൽപ്പനയാണ്? രാജാവിന്റെ കൽപ്പന. എന്താണ് കൽപ്പന? ഇവർ നിർത്തിയിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാതെ ഇരിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ ദൈവത്തെ ആരാധിക്കാതെ ഇരിക്കുമ്പോൾ, വിഗ്രഹങ്ങളെ അവർ ആരാധിക്കാതിരിക്കുമ്പോൾ, ആ ശരിയായോണം നീതിയോടെ ന്യായത്തോടെ ജീവനുള്ള ദൈവത്തെ തന്നെ സംരക്ഷിക്കുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആരാധന മുഖാന്തരം ദാനിയേല് എവിടെ പോകേണ്ടി വന്നു? സിംഹഗുഹയിലേക്ക് പോകേണ്ടി വന്നു. അവിടെ രാജാവ് പറയുന്നത് എന്താണെന്നോ? ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹഗുഹയില് ഇട്ടു. രാജാവ് ദാനിയേലിനോട് പറയുന്നു, സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന, മനസ്സിലായ, സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ
രക്ഷിക്കും. ദൈവമക്കളെ, ഒരു കാര്യം അറിഞ്ഞിരിക്കേ, നീ ഇടപെടാതെ സേവിക്കുന്ന ദൈവം, നീ നാൾത്തോറും ആരാധിക്കുന്ന ദൈവം, നീ വിശ്വസ്തോടെ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, വിശ്വസ്തോടെ സേവിക്കുന്നുവെങ്കിൽ, വിശ്വസ്തോടെ നീ അവനെ വിശ്വസിക്കുന്നെങ്കിൽ, നിന്റെ ആപത്ത് സമയത്ത് നിന്നെ രക്ഷിപ്പാൻ നീ സിംഹകൂലായാലും അവൻ ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് പിൽക്കാലം മനസ്സിലാക്കുക. നീ ആരെ പേടിക്കണ്ട? സിംഹത്തെയും പേടിക്കണ്ട, രാജാവിനെയും പേടിക്കണ്ട, കൊണ്ടിരുന്ന വ്യക്തിയെയും പേടിക്കണ്ട, നിനക്ക് എതിരായി വരുന്ന, എതിർത്ത് വരുന്ന മറ്റുള്ള ശത്രുക്കളെയും നീന്ത ഭയപ്പെടേണ്ട കാര്യമില്ല. സാധാരണ മലയാളത്തിൽ പറച്ചിലുണ്ട് കേട്ടോ, അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചോ. ആനനെ പേടിക്കാം, ആനപ്പിണ്ടത്തെ നീ എന്ത് ചെയ്ത്? മനസ്സിലായില്ല? മലയാളം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഭാഷ നിങ്ങൾക്ക് അറിയാം. എന്താ പറഞ്ഞത്? നീ ആനേനെ പേടിച്ചോ, നീ ആനപ്പിണ്ടത്തെ എന്ത് ചെയ്യരുത്. ആനപ്പിണ്ടം കാണുമ്പോൾ ആൾക്കാർ പേടിക്കും. കാരണം എന്താണെന്നറിയാമോ? അവിടെ ആനയുണ്ടെന്നറിയാം. അപ്പൊ അവൻ പേടിച്ചൊരുങ്ങി. എന്നാൽ ഹല്ലേലൂയ, ദൈവവചനത്തിൽ നാം ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഹല്ലേലൂയ ഈ സിംഹകൂയിൽ കൊണ്ടിട്ടവരെ പേടിക്കണോ? ആ രാജാവിനെ പേടിക്കണോ? സിംഹത്തിനെ പേടിക്കണോ? ദേശക്കാരെ പേടിക്കണോ? നീ ശരിക്ക് ആരാധിക്കുവാൻ തയ്യാറായാൽ, നീ ദൈവത്തെ വ്യക്തമായി അറിഞ്ഞാൽ, അവൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് നീ അറിഞ്ഞാൽ, ഹല്ലേലൂയ, നീ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ദാനിയേല് ദൈവത്തെ സേവിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ, നിന്റെ ജീവൻ അവന്റെ പാണത്തിലാണ്. നിന്നെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പൽക്കാലം അറിഞ്ഞിരിക്കുക. അവിടെ രാജാവ് അവനോട് പറയാണ്, ദാനിയേലേ, ദാനിയോട് സംസാരിച്ചു, നീ ഇടപെടാതെ സേവിക്കുന്ന ദൈവം ഉണ്ടല്ലോ, എൻ്റെ ദൈവം വേറെയാണ്, എൻ്റെ ജനത്തിൻ്റെ ദൈവം വേറെയാണ്, ഞാൻ ആരാധിക്കുന്ന ദൈവം വേറെയാണ്, ഞാൻ സേവിക്കുന്ന ദൈവം വേറെയാണ്. എന്നാൽ നീ എന്താണ്? നീ ഇടപെടാതെ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ യെരുശലേമിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നവനാ. ഇവരെ കൂടെ മദ്യം കഴിക്കാം, ഇവരെ കൂടെ നൃത്തം ചെയ്യാം, ഇവരെ കൂടെ എന്ത് ചെയ്യാം? ഡാൻസ് ആടാം. മനസ്സിലായോ? നമ്മൾ ഓരോരുത്തർക്ക് മുമ്പ് കണ്ടിട്ടുണ്ടാ? അവൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഡാൻസ് ആടും ഇല്ലേ? അവൻ്റെ ഒപ്പം നമ്മളും കളിക്കും. അവൻ ആരെന്ന് നമ്മൾ ആരാണ്ട് അറിയാതെ അവൻ്റെ കൂടെ നമ്മൾ ചേരും. എന്നാൽ ദാനിയേൽ അങ്ങനെയല്ല. നിന്നെ സിംഹകുഴിയിൽ നിന്നും, കഷ്ടങ്ങളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, സംഹാരദൂതനിൽ നിന്നും, പിശാചിനിൽ നിന്നും നിന്നെ വിടുവിക്കണമെങ്കിൽ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പരിപാടി ഉണ്ടെങ്കിൽ നീ ദൈവത്തെ എന്ത് ചെയ്യണം? സേവിക്കുന്നവനായിരിക്കണോ? അവിടെ പറയുന്നതെന്ന് അറിയുമോ? രാജാവ് പറയണേ, നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം. നിന്റെ ദൈവത്തെ എന്ത് ചെയ്യണം? ഇടവിടാതെ സേവിക്കണം. ഞായറാഴ്ച മാത്രമല്ല, ആരാധനയ്ക്ക് വരുന്ന 2 മണിക്കൂർ മാത്രമല്ല, നിന്റെ വിടുതലും നിന്റെ സംരക്ഷണവും നിനക്ക് ആശ്വാസവും നിനക്ക് ദൈവം ബലം കൽപ്പിക്കണമെങ്കിൽ, നീ ശത്രുവിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ, നിത്യമായ നരകത്തിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ നീ ആരെ സേവിക്കണം? ഇടവിടാതെ സേവിക്കണം. നീ ദൈവത്തെ സേവിക്കണം. നീ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഇന്ന് പിൽക്കാലം നമുക്ക് വ്യക്തമായി ദൈവവചനത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും. അവിടെ അതിന്റെ 18-ാം വാക്യം പറയാം. പിന്നെ രാജാവ് അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ദാനിയേൽ പ്രവചനം 12 അധ്യായമുള്ള നിങ്ങൾ പലവട്ടം വായിച്ചു തരാം, അത് മനസ്സിലാക്കിയിരിക്കാം. എന്നാൽ ഇവിടെ 18-ാം വാക്യം പറഞ്ഞിട്ടു. പിന്നെ രാജാവ് എന്ത് ചെയ്തു? രാജധാനി ചെന്നു, രാത്രി കഴിച്ചു, ഉപവസിച്ചു. ഇവിടെ ഒരു മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും എന്തെന്നറിയാമോ? നിന്നെ ഉപദ്രവിക്കുക, നിന്നെ സിംഹകുഴിയിലിടുക, നിനക്ക് ദോഷം ചെയ്യുക, നിന്റെ ഉറക്കത്തെ തടയുക, നിന്റെ ഹല്ലേലൂയ ഉയർച്ചയെ തടയുക, നിന്നെ നിന്നാപാത്രമാക്കുക, നിന്നെ ഭോഷണം വയ്ക്കുക, നിന്നെ സിംഹകുഴിയിലിടുക. എന്നാൽ ഇപ്പൊ രാജാവിന് എല്ലാ അധികാരമുണ്ട്, സുഖമായിട്ട് ഉറങ്ങാം ഇല്ലേ? ഉറങ്ങുന്നുണ്ടാ? അവന് രാത്രി ഭക്ഷണം കഴിക്കാം. ഡിന്നറ്, രാജാവിന്റെ ഡിന്നറൊക്കെ ഏറ്റവും വലിയത് കേട്ടോ. അത് അവൻ എന്ത് ചെയ്തു എന്നറിയാമോ? അവനന്ന് ഉപവസിച്ചു. എന്താ കാരണം എന്നറിയാമോ? സേവിച്ച് നിൽക്കുന്ന ദൈവത്തെ കുറിച്ച് വെളിപ്പാട് പ്രാപിച്ച ദാനിയേൽ കിടക്കുന്നത്
സിംഹകുയിലാണെങ്കിൽ നീ കൊണ്ടിട്ട ദാനിയേൽ അവിടെ കിടക്കുമ്പോൾ, ദാനിയേൽ ഉപസിക്കുമ്പോൾ, ദാനിയേൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, ദാനിയേൽ വിസരിച്ചിരിക്കുമ്പോൾ നീയും ആരായിരിക്കും? മനസ്സിലായ? ദാനിയേൽ രാജാവ്, നിനക്ക് എന്ത് വരില്ല? ഉറക്കം. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഡാൻസ് ആടാൻ കഴിയില്ല. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഹല്ലേലൂയ, വെപ്പാട്ടുകൾ കൊണ്ട് ഹല്ലേലൂയ സന്തോഷം അനുഭവിക്കുവാൻ കഴിയില്ല. നിന്റെ സന്തോഷം എടുത്തു കളയും. ഇന്ന് പൽക്കാലം ദൈവമക്കളായി നാം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ സന്തോഷം എടുത്തു കളയുവാൻ ശത്രു പ്രവർത്തിക്കുമ്പോൾ, അത് പ്രവർത്തിക്കുന്നവരാരാണോ അവരുടെ ഉറക്കം നഷ്ടപ്പെടും, അവരെ ഭക്ഷണം നഷ്ടപ്പെടും, അവരെ സന്തോഷം നഷ്ടപ്പെടും, അവരെ ഉല്ലാസം നഷ്ടപ്പെടും, അവരെ ഹല്ലേലൂയ എല്ലാ പ്രകൃതി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ദൈവം നിഷേധിക്കും. ഇതാണ് നമ്മുടെ ദൈവം. ദാനിയേലിനെ അറിയാം. ദാനിയേലിനെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ അവൻ വിശുദ്ധനായിരുന്നു. അവന് ഭക്ഷണ കാര്യത്തിൽ വിശുദ്ധനായിരുന്നു. അവന്റെ മദ്യം കഴിക്കുന്ന കാര്യത്തിൽ അവൻ എന്ത് ചെയ്തു? അവരിൽ നിന്ന് വേർപ്പെട്ടവനായിരുന്നു. അവര് ഡാൻസ് ആടുമ്പോഴും അവർ കളിക്കുമ്പോഴും അവർ ഉല്ലസിക്കുമ്പോഴും ഈ ദാനിയേൽ അതിൽ ചെന്ന് പങ്കെടുക്കുക പതിവില്ല. അവനറിയാം, ഞാൻ സേവിക്കുന്ന ദൈവമാരെ, അവൻ വിശുദ്ധനാകയാൽ നിങ്ങളും അവനെ പോലെ തന്നെ വിശുദ്ധരായിരിപ്പീൻ. അവൻ വെളിച്ചമാകയാൽ നിങ്ങളും അവനെ പോലെ വെളിച്ചമായിരിപ്പീൻ. അവൻ നിർമ്മലായിരിക്കുന്ന പോലെ നിങ്ങളും നിർമ്മലായിരിപ്പീൻ. ഇതാണ് നമ്മുടെ നിയമമെങ്കിൽ, വഴി തെറ്റിപ്പോയാൽ, അല്പമെങ്കിലും മാറിപ്പോയാൽ, അല്പമെങ്കിലും സേവ മാറിപ്പോയാൽ, എന്തുകൊണ്ട് ഹല്ലേലൂയ അനേകർ തളർന്ന് വീണു പോകുന്നറിയാമോ? അവർ ലക്ഷ്യം തെറ്റിപ്പോകുന്നു. അവർ എന്ത് ചെയ്യുന്നില്ല? ഹല്ലേലൂയ, അവിടെ പറയുന്നത്, നീ സേവിച്ചു വരുന്ന ദൈവം, നിന്റെ ദൈവം. ആരുടെ ദൈവമാണ്? ഒരു ദൈവം. അങ്ങനെ തന്നെ ദാനിയേലിന്റെ ആയി. അവൻ പറയാണ് അവിടെ നിന്റെ ദൈവം, നീ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കും. ആരാണ് നമ്മളെ രക്ഷിക്കുന്നത്? നാം സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, നാം വിശ്വസിക്കുന്ന ദൈവം. ആരെ രക്ഷിക്കും? നമ്മെ രക്ഷിക്കും. അവൻ ആരാണെന്നറിയാമോ? നമ്മുടെ ദൈവം. ദാവീദ് പറഞ്ഞു, യഹോവ എന്റെ ഇടയൻ, ദൈവം എന്റെ ദൈവം. ഇത് പറയുവാൻ നമുക്ക് കഴിവുണ്ടാകണം. ദൈവവും പറയണം, ഇവൻ എൻ്റെ ഹല്ലേലൂയ മകനാണെന്ന്. ആ യോജിപ്പ് വരുമ്പോൾ നീ ഏത് സിംഹയിൽ കിടന്നാലും നിനക്കത് മെത്തയാക്കി മാറ്റുവാൻ, നിനക്കത് ആശ്വാസമാക്കി തീർക്കുവാൻ, അവന് അനുഗ്രഹമാക്കി തീർക്കുവാൻ ഹല്ലേലൂയ ദൈവം നമുക്ക് കൃപ ചെയ്യുന്ന ദൈവമാണെന്ന് ഇന്ന് വൽക്കാലം നാം അറിഞ്ഞിരിക്കുക. എന്നാൽ നീയോ കൊണ്ടിട്ടവനോ? ഹല്ലേലൂയ. ഇനി അവന് മേല് കുറ്റാരോപണം ഉണ്ടാക്കിയവർക്ക് ഓർക്കണ്ട, അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനമുണ്ടോ? കൊണ്ടുവന്ന് ഇട്ടാലും നമ്മൾ വീട്ടിൽ പോയി പഠിക്കുക, മനസ്സിലാക്കുക. കൊണ്ടിട്ടവരെ എന്ത് ചെയ്തു? സിംഹം. ഹല്ലേലൂയ. അവര് അതിനുവേണ്ടി പണിയെടുത്തവരെ സിംഹകുയിലിടുവാൻ രാജാവ് ഓർഡർ കൊടുത്തു. എന്നാൽ നീ സേവിക്കുന്ന ദൈവം അത് സത്യമായ ദൈവമാണെങ്കിൽ നിന്നെ സിംഹകുയിൽ നിന്നും രാജാവിന്റെ കാൽപ്പിൽ നിന്നും രാജാവിന്റെ ഉദ്ദേശത്തിൽ നിന്നും രാജാവിന്റെ ശത്രുത്തിൽ നിന്നും നിന്നെ വിടുവിച്ച് നിന്റെ ദൈവത്തെ ആരാധിപ്പാൻ അവിടെ കൽപ്പന കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം. നമ്മുടെ ദൈവം നമ്മെ ഹല്ലേലൂയ അനുഗ്രഹിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം സിംഹകുയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം ഹല്ലേലൂയ നാത്തോളം നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന ദൈവം. നമ്മുടെ ദൈവം ഹല്ലേലൂയ നാം നിത്യം സേവിക്കുന്ന ദൈവം, ഇടപെടാതെ സേവിക്കുന്ന ദൈവം. അതാണ് ദൈവമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്പകാലമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ. ഹല്ലേലൂയ. മനസ്സിലായോ? ഇവിടെ അല്പകാലം. നീ സിംഹകുയിൽ നിന്നെ എന്നുവിടുവോ? രാജകൊട്ടാൽ നിന്നെ എന്നു വാഴിക്കോ? പ്രശ്നങ്ങൾ നിനക്ക് എന്നുണ്ടാക്കുവോ? ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഉണ്ടാകാം, സിംഹകുഴി ഉണ്ടാകാം, അല്ലെ രാജാവിന്റെ കോപം ജ്വലിക്കാം, മറ്റുള്ളൊരു ശത്രു ഉണ്ടായിരിക്കാം, ഉദ്യോഗസ്ഥന്മാർ നമുക്ക് എതിരായി വന്നാം, ആ ലോകം മുഴുവനും എതിരായി വരാം. എന്നാൽ ഇതൊക്കെ എത്ര കാലത്തേക്കെന്നറിയുമോ? അല്പകാലം മാത്രം. ഈ മൂലവാസം സ്വർപ്പുരമാണ് നമ്മുടെ ആശ്വാസകരമായ വീടെന്ന് ദാനിയേൽ മനസ്സിലാക്കുമ്പോൾ ദാനിയേൽ പറയാണ്, എനിക്ക് സിംഹത്തെ കുറിച്ച് എന്തില്ല? ഭയമില്ല. എന്നെ രാത്രി കൊണ്ടിട്ടാലും എനിക്ക് ഭയമില്ല. എനിക്കത് മെത്തയായി തീരും. നിന്റെ ഉറക്കം നഷ്ടപ്പെടും, നിന്റെ സന്തോഷം നഷ്ടപ്പെടും, നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്ത്യ ജീവിതം. സേവിക്കുന്നതും സേവിക്കാത്ത തമ്മിൽ വ്യത്യാസം കാണുമെന്ന്
നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അത് ചില സമയങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് കാണുവാൻ ദൈവം എന്തിട്ടുണ്ട് മാർഗം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് 18-ാം വാക്യം ഒന്ന് വായിക്കാം. പിന്നെ രാജാവ് രാജധാനി ചെന്നു. രാജാവേ, നീ എന്തിനു ഉപവസിക്കണേ? നീ എന്താന്ന് വെപ്പാട്ടിയിൽ നിന്ന് കൊണ്ടുവരാത്ത? നീ എന്തേ ഭക്ഷണം കഴിക്കാത്ത? എന്തെന്ന് എനിക്ക് ഉറക്കം വരാത്ത? ദാനിയേൽ പറയാവുന്നതാണ്, എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഞാൻ എൻ്റെ ദൈവത്തെയാണ് സേവിക്കുന്നത്. അവനാണ് എന്നെ സൃഷ്ടിച്ചത്. എൻ്റെ കാര്യം അവൻ നോക്കുമ്പോൾ എന്നെ ഉപദ്രവിക്കുന്ന ഹല്ലേലൂയ രാജാവേ, നിനക്ക് ഉറക്കം വരികയില്ല, നിനക്ക് സന്തോഷം കഴിയുകയില്ല. ഹല്ലേലൂയ, നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നിനക്ക് ഒരു വിധത്തിലും സന്തോഷമില്ലാതെ. ഹല്ലേലൂയ, ദൈവഭക്തനായ ദാനിയേൽ വിളിക്കെടുക്കുമ്പോൾ ഇന്ന് വൽക്കാലം എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവര് ഹല്ലേലൂയ സന്തോഷിക്കുന്നത് ശരിയാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പെട്ടകത്തിന്റെ അകത്ത് ആരാധന അനുഗ്രഹമായി തീരുമ്പോൾ ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ വെളിയിലുള്ള ആരാധന, വെള്ളത്തിന്റെ മീലുള്ള ആരാധന ഹല്ലേലൂയ അത് എന്തായി തീരും? സമാധാനം കെടുത്തുന്നതായിരിക്കും. വാ, പുറത്തുള്ളവർക്ക് സമാധാനം ഉണ്ടാ, അകത്തുള്ളവന് എന്ത്? സിംഹ കൂലി കിടക്കണ എന്തുണ്ട്? സമാധാനം. പുറത്തുള്ളവന് അപ്പൊ നമ്മൾ ദൈവത്തെ സേവിച്ച് ആരാധിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ഇവിടെ അതിന് 20-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ 3-ാമത് പറയാണ്, ആർക്കാ ദുഃഖപ്പോ? ദുഃഖം ആർക്കാണ്? രാജാവിനെ ദുഃഖം, ദാനിയേലിനെ ദുഃഖം. എന്തിന് രാജാവ് ദുഃഖിക്കേണ്ട കാര്യം? എന്താ ദാനിയേല് സന്തോഷിക്കേണ്ട കാര്യം? അവിടെ പറയുന്നത് കേട്ടോ, ജീവനുള്ള ദൈവത്തിന്റെ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. നാം ആരെയാണ് സേവിക്കുന്ന അറിയണം, നാം എവിടെയാണ് കേൾക്കുന്ന അറിയണം, നമ്മെ ആരാണ് രക്ഷിക്കുന്ന അറിയണം, നമ്മുടെ പ്രാർത്ഥന ആര് കേൾക്കുമെന്ന് അറിയണം. ക്രിസ്തീയ ജീവിതം ഊഹാപോഹ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം ശ്രേഷ്ഠമായ ജീവിതമാണ്. നമ്മൾ പാടിയില്ലേ, നല്ല പൊരുതും ഞാൻ ക്രിസ്തൻ യോദ്ധാവായി. എനിക്ക് എന്നും പോരാട്ടമുണ്ട്. എന്നാൽ ആ പോരാട്ടത്തിൽ നീ ആരായിത്തീരണം? വിജയായിത്തീരണം, ജയിച്ചിരിക്കണം. നിന്റെ കർത്താവ് വീരനായ വീരനും രാജാതി രാജാവും കർത്താതി കർത്താവും, അവൻ സകലത്തെയും ജയിച്ചടക്കിയവൻ. ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചിരിക്കുന്നു, അതിന് ചാവി ഞാൻ വാങ്ങിച്ചിരിക്കുന്നു, എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് ജയവീരി മുഴക്കുന്ന ദൈവത്തിന്റെ സന്താനമാകുന്ന മക്കളാകുന്ന നാം നീ സിംഹകുഴിയിലായാലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ശത്രുക്ക് മേശയ്ക്ക് നീ തീയിലായാലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. യോശുവേ, നീ യോർദാൻ തീരത്ത് വരുമ്പോൾ നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ആരെ സേവിച്ചാ മതി? ഹല്ലേലൂയ. യോശുവോട് ചോദിക്കാം, യോശുവേ നീ ആരെയാണ് സേവിക്കുന്നത്? ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതുകൊണ്ട് എരിവ മുതൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല, യോർദാൻ ഞങ്ങൾക്ക് പ്രശ്നമല്ല, അനാക്കൻ മല്ലന്മാർ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ലോകത്തിലൊരു ശത്രുക്കൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ യഹോവയെ സേവിക്കും. ശത്രുക്ക് മേശയോട് ചോദിക്കാം, ശത്രുക്ക് മേശ, നീ എന്തുകൊണ്ട് ഇത്ര ധൈര്യമായി വെല്ലുവിളിച്ചത് അത്തിയിലിറങ്ങുന്നു? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നിങ്ങൾ നിർത്തിയ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കയില്ല എന്ന് പറയുന്ന കാരണം എന്നറിയാമോ? ഞാൻ സേവിക്കുന്ന ദൈവം ആര്? ഞാൻ ആരാധിക്കുന്ന ദൈവം ആര്? ഞാൻ എന്തിനു വേണ്ടി ത്യാഗം കഴിക്കുന്നു? ഞാൻ എന്തിനു വേണ്ടി ദൈവപക്ഷത്ത് നിൽക്കുന്നു? എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ. 20-ാം വാക്യം വായിച്ചൊന്ന്. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം ആരുടെ ദൈവം? രാജാവിന് പറയാനുള്ളത് അത് എന്റെ ദൈവമല്ല, നിന്റെ ദൈവം. നിന്റെ ദൈവം എന്താണ് നീ ചെയ്തുകൊണ്ടത്? ഇടപെടാതെ നീ സേവിച്ചു. ഇപ്പൊ 3 സ്ഥലത്തും പറയുന്നത് ദാനിയേൽ രാജാവ് പറയുന്നത് ഹല്ലേലൂയ. കൊണ്ടിടുമ്പോഴും പറഞ്ഞു നീ സേവിച്ച് നിൽക്കുന്ന ദൈവം നിന്നെ വിടുവിക്കും. സിംഹകുഴിയിൽ കിടക്കുമ്പോഴും അവിടെ പറയുന്നത് നീ സേവിച്ച് നിൽക്കുന്ന ദൈവം വിടുവിക്കും. ഹല്ലേലൂയ. 20-ാം വാക്യം വായിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ നമുക്കൊരു അറിവുണ്ടായിരിക്കണം, നാം ആരദാസൻ. ഹല്ലേലൂയ. നാം ആരദാസനാണ്? ജീവനുള്ള ദൈവത്തിന്റെ ദാസൻ. ജീവനുള്ള ദൈവം നമ്മെ രക്ഷിക്കും.
ജീവനുള്ള ദൈവം നമ്മെ വിടുവിക്കും. ജീവനുള്ള ദൈവം നമുക്കെതിരായി വരുന്ന ശത്രു ആയ സിംഹത്തിന്റെ വായ അടയ്ക്കും. നമുക്ക് എതിരായി വരുന്ന തീയിന്റെ ബലം എടുത്തും നമുക്ക് ആശ്വാസവും സന്തോഷവും നൽകും. ഹല്ലേലൂയ. അതുപോലെ എന്റെ ദൈവത്തെ സേവിപ്പാൻ ചില ജീവിതങ്ങളെയും ദൈവം വേർതിരിക്കും. നീ കഷ്ടത്തിലാകുമ്പോൾ, സിംഹവിലാകുമ്പോൾ നീ ധരിച്ച് നീ മാത്രമാണെന്ന് അല്ല, നിന്നോട് കൂടെ ആരാധിപ്പാൻ ചില ജീവിതത്തെ കൊണ്ടുവരണമെങ്കിൽ നീ സിംഹവിൽ കിടക്കേണ്ടി വരും. നീ കഷ്ടം അനുഭവിക്കേണ്ടി വരും. നീ ദുഃഖം അനുഭവിക്കേണ്ടി വരും. എന്നാൽ നിന്നെ ഭയപ്പെടുത്തുവാൻ ശത്രു എന്ത് ചെയ്യില്ല? കഴിയുകയില്ല. നിന്നെ ശത്രുവിന് ഭയപ്പെടുത്തുവാൻ കഴിയുമോ? ദാനിയേൽ ഭയപ്പെട്ടോ? ഭയപ്പെട്ടതാരാ? രാജാവ്. പ്രശ്നം ഉണ്ടാക്കിയവർക്ക് എന്ത് കിട്ടി? ആ സിംഹക്കുഴിയിൽ കൊണ്ടിട്ട് ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പിൽക്കാലം നാം വ്യക്തമായി അറിയുക, നാം സേവിക്കുന്ന ദൈവം ആരെ? ആ യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം ആര്? എന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഹല്ലേലൂയ ഈ പദവികളും കാര്യങ്ങളും തന്നത് ആര്? അവനെ ഉയർത്തി ഉയർത്തി മേലെ കൊണ്ടുവന്നുണ്ട്. ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നപ്പോഴാണ് ഈ പരിശോധന വന്നത്. എനിക്ക് എപ്പോഴാ പരിശോധന വരെയെന്നറിയാമോ? ഈ ദാനിയേലിനെ കുറിച്ച് പഠിച്ചാല് ആ ദേശത്ത് 3 ദേശാധിപതികളെ വെച്ചു. അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവനത് പ്രധാനിയായി വെച്ചപ്പോൾ ഇവർക്ക് കണ്ണുകടി ഉണ്ടായതാണ്. നിന്റെ ഉയർച്ച കണ്ട് എന്തുണ്ടാവും? ലോക ജനതയ്ക്ക് കണ്ണുകടി ഉണ്ടാവുമ്പോൾ അവൻ നിനക്ക് വേണ്ടുന്ന എല്ലാം മന്ത്രം ചെയ്യാൻ പറ്റിയ മന്ത്രം ചെയ്യും, തന്ത്രം ചെയ്യാൻ പറ്റിയ തന്ത്രം ചെയ്യും. നിനക്ക് ഹല്ലേലൂയ പൈശാചബാധ അയക്കണമെങ്കിൽ അന്നൊക്കെ ഇവിടെ ഹല്ലേലൂയ ജോസഫിന്റെ കാലത്ത് കണ്ടില്ലേ? മന്ത്രവാദികളില്ലേ? ശൈനവാദികളില്ലേ? ഹല്ലേലൂയ മോശയുടെ കാലത്തില്ലേ? ഫറവോന്റെ അന്നുണ്ട് മന്ത്രവാദം. നമ്മൾ വിചാരിച്ച മന്ത്രവാദം ഒന്നുമില്ല. ചില ഉപദേശിമാര് പ്രസംഗിക്കും മന്ത്രവാദം ഒന്നുമില്ല. ചില സഭക്കാർക്ക് ഉപദേശം തന്നെയില്ല. ശത്രുവില്ല. എല്ലാവരും നമുക്ക് മിത്രമാണ്. ആരും നമുക്കെതിരില്ല. ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ തന്ത്രമില്ല, മന്ത്രമില്ല, ഒന്നുമില്ല. ആഭിചാരം ഉണ്ട് എന്ന് ആര് പറഞ്ഞു? ബിലിയാം പറഞ്ഞു. ആഭിചാരം ഇസ്രായേലിന് ഭരിക്കില്ല. അപ്പൊ ആഭിചാരമുണ്ട്, അന്യാരാധനുണ്ട്. ഹല്ലേലൂയ. പലവിധമായ ശത്രുവിന്റെ പ്രവർത്തനം നമുക്ക് വേണ്ടി വേലിക്ക് ചുറ്റും നമ്മുടെ മതിലിനപ്പുറമായി അല്ലെങ്കിൽ അപ്പുറമായി പെരുമാറുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നമ്മ എവിടെയാണെന്നറിയാമോ? സിംഹഗുഹയിലായാലും ആ വാതിൽ എന്തിന്റെ? ഗുഹയുടെ വാതില് വലിയ കല്ല് വെച്ച് എന്തിന്റെ അടച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ബോംബും നിന്നെ മെത്തിക്കുന്നില്ല. നിന്നെ സൂക്ഷിക്കുവാൻ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. നിന്റെ കഷ്ടകാലം വരുമ്പോൾ ഹല്ലേലൂയ. എന്തിനാ സിംഹത്തിന്റെ കൂടെ അടച്ചെന്ന് ചോദിച്ചു അവിടെ പോയിട്ട്? എന്തിനാ സിംഹത്തിന്റെ കൂടെ അടച്ച? ദാനിയേൽ ഓടി പോകേണ്ട കാര്യം. ഇവിടെ വീഴുമുഴുക്കും തിന്നുന്നറിയാം. ഹല്ലേലൂയ. വീഴുമുഴുക്കും സിംഹത്തിന് സിംഹവീഴ് നിങ്ങൾ വീണ് നോക്കുക, അപ്പൊ അറിയാം. കഴിഞ്ഞ തവണ ഡൽഹിയിലൊരു തന്നെ പൊയി പിടിച്ചു. അവൻ അരുതായിരുന്നൊക്കെ പറഞ്ഞാൽ അവനെ കൊണ്ട് എന്ത് ചെയ്തു? കൊണ്ടുപോയി അപ്പം ഞാൻ തിന്നു. സിംഹം അതിൽ മീതിയാണ്. നീ ചെന്ന് വീഴുമ്പോഴേക്കും എന്ത് ചെയ്തു? അതിൽ വായിക്കുന്നില്ലേ? അവർ കൊണ്ടിട്ട് വരെ എന്ത് ചെയ്തു? കൊണ്ട് വീഴുമ്പോഴേക്കും വിഴുങ്ങി കളഞ്ഞില്ലേ? അതാണ് സിംഹം. അപ്പൊ എന്തിനാ എനിക്ക് കൂടടച്ചേ? ഹല്ലേലൂയ. അത് ചിന്തിച്ചില്ല അല്ലേ? അതിനെ പറഞ്ഞ എനിക്കൊരു അനർത്ഥം വരെ പുറത്തുനിന്ന് എന്ത് ചെയ്യരുത്? സിംഹത്തിനെ ഞാൻ സൂക്ഷിച്ചോളാം. വേറെ അനർത്ഥം എനിക്ക് എന്ത് ചെയ്യരുത്? മനസ്സിലായാ? ഇനി വേറെ അനർത്ഥം മുന്നിൽ വരുമോ? ഇനിയിപ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? രാജാവ് എന്ത് ചെയ്യുന്ന അറിയാമോ? കല്ല് വെച്ച് മുദ്ര വെച്ചു. ഇനി ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉപദ്രവിക്കുന്നവർക്ക് ഇനി ഉപദ്രവിക്കാൻ. ഇവനെങ്കിലും അതിൻ്റെ ഉള്ളിൽ സ്വസ്ഥമായി. സിംഹം അവനെ തിന്നൂല. സിംഹം അവന് മെത്തിയായി. ഹല്ലേലൂയ. ഇപ്പൊ സിംഹം പറഞ്ഞാണ് നമ്മുടെ ഭാവനയില്, ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ. നീ ആരാണ്? നീ ആരാണ്? സിംഹം പറയണേ, ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല? ഒന്നും ചെയ്യില്ല കേട്ടാ. അവര് നിന്നെ ഇട്ടാലും ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അപ്പൊ ഇവന് പേടി, ഇനി പുറത്തുനിന്ന് വല്ലതും വരുന്നു? ഇല്ല. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കല്ല് ഉരുട്ടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്, മുദ്ര വെച്ചിട്ടുണ്ട്. അവിടെ എനിക്കില്ല. നീ ഇവിടെ എന്ത് ചെയ്തു? എൻ്റെ മേത്ത് സമാധാനമേ. രാജാവേ നീ ഉറങ്ങണ്ട. ദാനിയേൽ എന്ത് ചെയ്യും? ഉറങ്ങും. ഹല്ലേലൂയ. നീ വ്യസനിച്ചിരുന്നോ? ഇവിടെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. സന്തോഷിച്ച് സ്തുതി പാടും. അവിടെ പാടുന്നത് എന്താണ്? കേട്ടോ നിങ്ങള്?
ദാനിയേൽ പാടി പാട്ട് കേട്ടിട്ടില്ല അല്ലേ? നമ്മൾ ചിലപ്പോൾ പാടുണ്ട്, എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അത് മനോഹരം സന്തോഷമാബുരുചി. നമ്മുടെ മുട്ടത്ത് വരീസ് ഫസ്റ്റ് ഹല്ലേലൂയ എഴുതിയ പാട്ടെന്ന് പറയണേ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ ആള് വയറ്റിലേക്ക് മലം, അനേക വർഷങ്ങളായി കിടക്കുന്ന മലം അവൻ കൈകൊണ്ടെടുത്തിട്ട് അവൻ്റെ ഈ ദൈവദാസന്റെ വായിലേക്ക് കുത്തി താഴ്ത്തി കൊടുത്തിട്ട് തുപ്പാവുന്ന പേടിയാ അവർക്ക്. അയാൾ വയറ്റിലേക്ക് ഇറക്കി കൊടുക്കുന്ന സമയത്ത് ഗുഹയുടെ അന്തരീക്ഷത്തിൽ, മേലെയുള്ള അന്തരീക്ഷത്തില്ലേ, ഗുഹ എന്ന് പറഞ്ഞാൽ ചത്തുപോയി, പ്രശ്നം തീർന്നു. തലവെട്ടി കഴിഞ്ഞ പ്രശ്നം തീർന്നു. സിംഹഭൂമിയിൽ വീണ് അല്ല തീയിലിട്ടപ്പോൾ അത് പെട്ടെന്ന് പ്രശ്നം തീർന്നു. എന്നാൽ ഇത് പ്രശ്നം തീർന്നാണോ? മുട്ടത്ത് പറഞ്ഞേക്കണോ? മലം കൊണ്ടുവന്ന് അനേക ചെറുപ്പക്കാർ, യുവാക്കൾ വന്ന് ആ മാല എടുത്തിട്ട് എൻ്റെ വായിറ്റ് എന്ത് ചെയ്തു? വായ തുറക്കടാന്ന് പറഞ്ഞിട്ട് കൂത്തി നിറച്ച് അമർത്തിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. ഞാൻ സേവിക്കുന്ന ദൈവമാരെന്ന് മനസ്സിലായി. എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി എന്ത് ചെയ്തു? അവരെ മേൽ വന്നു. ദാനിയേലേ, നീ ഭയപ്പെടണ്ട, നിന്നെ ഉപദ്രവിക്കുന്നതിന്റെ മേൽ എന്ത് വരും? ന്യായവിധി വരും, ശിക്ഷാവിധി വരും. ഹല്ലേലൂയ. ചാരത്തിക്ക് മേശകപനം നിന്നെ തീയിലിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു തീയിലേക്ക്, നിത്യമായ നരകത്തിലേക്ക്, തീയും ഗന്ധവും തീയിലേക്ക് തള്ളിടുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നീ സേവിക്കുന്നത്, ആരാധിക്കുന്നത്. അതുകൊണ്ട് പിൽക്കാലം എനിക്ക് പറയാനുള്ളത്, ദൈവജനമേ, നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നാം സേവിക്കുന്ന ദൈവം ആരെന്ന് പിൽക്കാലം വ്യക്തമായി അറിയുക, വ്യക്തമായി വിശ്വസിക്കുക, വ്യക്തമായി ആശ്രയിക്കുക, വ്യക്തമായി ഒരു പുറകെ പോകുക. അവൻ നമ്മെ സഹായിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ദാനിയേൽ ചോദിക്കാം, എന്തുകൊണ്ടാണ് ദാനിയേല് നീ ഇത്രമാത്രം വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. സമയം ചുരുക്കൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി. വീട്ടിൽ നോക്കി 7-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലേക്കും ദാനിയേല് ഈ മനുഷ്യപുത്രനോട് സദൃശനായവൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കുക. ഹല്ലേലൂയ. ആരാ വരുന്നതെന്നറിയുമോ? സ്വർഗത്തിൽ നിന്ന് ഒരുത്തൻ വരുന്നു. മനുഷ്യപുത്രനോട് സമനായ ഒരുത്തൻ, അതുപോലെ ദൈവത്തിനോട് സമനായ ഒരുത്തൻ വന്ന് സിംഹാസനിരുന്ന്, ഹല്ലേലൂയ, അവൻ എന്ത് ചെയ്യും? ഭരണം ഞങ്ങളുടെ കയ്യില് ഏൽപ്പിക്കുമെന്നുള്ള വിശ്വാസം ദാനിയേലിനുണ്ടായിരുന്നു. ദൈവം വരുമെന്നുള്ള വിശ്വാസം മാത്രമല്ല, ഞാനത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചാൽ മതി. എന്താണ് പറയുന്നത്? ഒരുത്തൻ വന്ന്, ഹല്ലേലൂയ, ഈ രാജഭരണം ഏറ്റെടുത്ത് അവന്റെ ഭക്തന്മാർക്ക്, അവന്റെ ദാസന്മാർക്ക് ഭരണം കൈമാറുന്നൊരു സമയമുണ്ട്. ഞാനായിരിക്കും രാജാവേ. അടുത്ത പ്രാവശ്യം ഭരണം നടത്തുന്നത് ധാരാവേശ രാജാവേ. നെബൂഖദ്നേസർ കടന്നുപോയി, ബെൽശസ്സറും പോയി. ഇപ്പൊ നീ എന്നെ തീയിലിടാൻ വന്നിരിക്കുകയാണ്, അല്ല എന്നെ സിംഹക്കുഴിയിടാൻ വന്നിരിക്കുകയാണ്. എന്നാൽ എനിക്ക് നിന്നോട് പറയാനുള്ള, അവന് പറയാനുള്ളത്, രാജാവേ, ഒരു ദിവസം സ്വർഗത്തിന്റെ രാജാവും കർത്താദി കർത്താവുമായ ആ ദൈവത്തിന്റെ പുത്രൻ വന്ന് രാജ്യം സ്ഥാപിക്കുമ്പോൾ ആ ഭരണം ആരുടെ കയ്യില്? എന്റെ കയ്യിലായിരിക്കും. ഈ വിശ്വാസമുള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറയണേ, വയോവൃദ്ധന്റെ അടുത്തേക്ക് വന്നു. വയോവൃദ്ധൻ ഭരണം അവൻ്റെ കൊടുത്തു. അവൻ ജനത്തിന്റെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ക്രിസ്തീയ ജീവിതത്തിന്റെ മർമ്മം മനസ്സിലായെങ്കിൽ മാത്രമേ ഈ ദൈവത്തെ നിത്യമായി സേവിക്കാൻ കഴിയുള്ളൂ എന്ന് പിൽക്കാലം അറിഞ്ഞിരിക്കുക. നീ സേവിക്കണമോ? ഇന്നലെ എന്ത് നടന്നുവെന്നും ഇന്നെന്ത് നടക്കുമെന്നും നാളെ എന്ത് നടക്കുമെന്നും നീ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ദൈവം അവനോട് പറയാണ്, എന്താ പറഞ്ഞെന്നറിയോ? ഇതെല്ലാം ബൈബിളിലുണ്ട്, നിങ്ങൾക്ക് ഒഴിവുള്ളപ്പോ പോയി വായിക്കാം. അവിടെ പറയാണ് അവസാനം, ദാനിയേലേ, നീ പോയി നീയേ വിശ്രമിച്ചു കൊള്ളുക. മനസ്സിലായ? കാലവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രായപ്പാൻ നീ എഴുന്നേറ്റ് വരും. നീ പീഡനം സഹിച്ചു അല്ലേ? നീ ഉദ്യോഗസ്ഥന്മാരെ പീഡനം സഹിച്ചു. നിന്റെ ജോലിയിൽ നിനക്ക് പീഡനം വരുന്നു, നിന്റെ ഭക്ഷണ കാര്യത്തിൽ നിനക്ക് പീഡനം വരുന്നു, നിന്റെ ജീവിതത്തിൽ പല വിധമായി പീഡനം വന്നു. നീ സിംഹക്കുഴിയിൽ എടുക്കേണ്ടി വന്നു, നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി തീർന്നു. എന്നാൽ എനിക്ക് നിന്നോട് പറയുവാനുള്ളത്, ദാനിയേലേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക. കാലവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും.
പോവുക മാത്രമല്ല, നീ എഴുന്നേറ്റ് വരും. എന്തിനു വേണ്ടി? മനസ്സിലായ? ദാനിയേൽ എഴുതിപ്പോയി. എന്തിനാ പോകുന്നത്? ഒന്ന് പോകുന്നു, ഒന്ന് വിശ്രമിക്കുന്നു, 4 എഴുന്നേറ്റ് വരുന്നു, 5 ഞാൻ എനിക്ക് പ്രതിഫലം തരും. ഇതാണ് ക്രിസ്തീയ ജീവിതമെങ്കിൽ ഈ ദൈവത്തെ നമുക്ക് ഇടപെടാതെ സേവിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇവിടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം എൻ്റെ ദൈവം. അവൻ പറയാണ്, തൻ്റെ ദൂതനോട്ട് എന്ത് ചെയ്യും? എന്നെ വിടുവിക്കും. മൂന്നാമത് നമുക്ക് ചിന്തിക്കാനുള്ളത്, സിംഹകൂരായാലും അവനെ രക്ഷിക്കും. അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് സിംഹം അവന് എന്തില്ല? കേടുവരുത്തിയില്ല. ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ എന്ത് ചെയ്തു? ശിക്ഷാവിധിയില് ആ സിംഹകൂരിൽ കൊണ്ടിട്ടു. ഹല്ലേലൂയ. അവരെ മക്കളെയും കൊണ്ടിട്ട് ഭാര്യമാരെയും കൊണ്ടിട്ടുണ്ട്. ദാനിയേലിനെ മാത്രമേ ഇട്ടുള്ളൂ. എന്നാൽ ശിക്ഷാവിധി വരുമ്പോഴുണ്ടല്ലോ, ആർക്ക് വരും? എല്ലാവരും പറയുന്നത് താൻ ചെയ്ത് താൻ തന്നെ അനുഭവിക്കേണ്ടതെന്ന് അല്ല കേട്ടോ. മക്കളും മരുമക്കളും കൂടി അനുഭവിക്കേണ്ടി വരുന്നു. അവിടെ മനസ്സിലായ? അവന് ആ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല കൊണ്ടിട്ടത്, അവരെയും കൊണ്ടിട്ടു, അവരുടെ ഭാര്യമാരെയും കൊണ്ടിട്ടു, അവരുടെ മക്കളെയും. ഇതാണ് ദൈവത്തിന്റെ ന്യായവിധി വരുമ്പോൾ. ഹല്ലേലൂയ. എന്നിട്ട് അവനെന്തും ദാവീദ് പറയണേ, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തില് ശുഭവും സന്തോഷവുമായ ദിനങ്ങൾ അവനിൽ കൊടുത്തു. നാം എന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, എന്നും ദുഃഖം അനുഭവിക്കേണ്ട ആവശ്യമില്ല, എന്നും ജീരകം മെതിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, എന്നും കട്ട ഉടച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം നമുക്ക് പ്രതിഫലം തരുന്ന ദിവസമുണ്ട്. അതാണ് ദാനിയേലിനോട് പറഞ്ഞത്, നീ പൊക്കോ, വന്നു. പോവുക മാത്രമല്ല, വരണം. എന്തിനു വരണം? ഓഹരി പ്രാപിപ്പാൻ. നമുക്ക് ഓഹരി കിട്ടും. അതുപോലെ തന്നെ ഓഹരി എന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ രാജ്യം നമ്മുടെ കയ്യിലേൽപ്പിക്കും. പിതാവ് പുത്രന് കൊടുക്കുന്ന രാജ്യം നമ്മുടെ കയ്യിലേൽപ്പിക്കും. സിംഹാസനം നമ്മുടെ കയ്യിലേൽപ്പിക്കും. മണവാട്ടിയായിരിക്കും അതിന് മുഖ്യ വിഷയം. ഹല്ലേലൂയ. ചില വീടുകളുണ്ടോ, 90% വീട്ടിലും ഭാര്യമാര് പറഞ്ഞേ നടക്കുള്ളൂ. അല്ലേ? നിങ്ങൾ വേണമെങ്കിൽ കണക്കെടുത്തോ. എല്ലാ കാര്യവും വന്നു കഴിയുമ്പോൾ ഭാര്യ വന്ന് പറയും, അങ്ങനെയല്ല ചേട്ടൻ ഇങ്ങനെ ചെയ്താ. അപ്പൊ ആ ചേട്ടൻ എന്ത് ചെയ്യും? കേട്ടോ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കിത് കുറെ വീടുകളും പോയിട്ട് വഴക്കും തർക്കമൊക്കെ തീർക്കുന്നതാ. എല്ലാ പ്രശ്നവും വന്നു വരുന്ന നേരത്ത് ആ ഭാര്യ വന്ന് പറയും, എങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ എന്ത് ചെയ്യും? കേൾക്കും. ആർക്ക് മനസ്സിലായി? ഇതുപോലെ ഹല്ലേലൂയ, നമ്മൻ മണവാട്ടിയാകുന്നെങ്കിൽ വളരെ ചിന്തിക്കുക. നിന്റെ വാക്കാണ് ആരെടുക്കുക? നിന്റെ വാക്കാണ് ദൈവം സ്വീകരിക്കുക. നീ പറയുന്ന പോലെയാണ് നടക്കുക. അതിനു വേണ്ടിയാണ് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ പുത്രന്റെ കയ്യിൽ കൊടുത്തു. മനസ്സിലായ? പുത്രനാണ് കല്യാണം. കുഞ്ഞാടിന്റെ കല്യാണം നടക്കണം. കാരണം അറിയോ? പുത്രന്. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ പുത്രനെ സിംഹാസനിരിക്കുമ്പോൾ, അവന്റെ അടുത്ത് അവന്റെ മണവാട്ടിയായ കാന്തയിരിക്കുമ്പോൾ, ഒരുത്തനെ കാണുമ്പോൾ അവൾ പറയും, ഇന്ന ദോഷങ്ങൾ എന്തുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ആരാണ് മണവാട്ടി? നമ്മളാണ് മണവാട്ടി. എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ചേർത്ത് കൊള്ളാമെന്ന് പറഞ്ഞവനായ വലിയവനായ ദൈവം നമ്മുടെ ദൈവമായിരിക്കാൻ, നമ്മുടെ കർത്താവായിരിക്കാൻ, നമ്മുടെ ഭർത്താവായിരിക്കാൻ നാം എന്ത് ചെയ്യണ്ട? കഷ്ടങ്ങളിലും പ്രശംസിപ്പേ. കഷ്ടത ഉണ്ടാകാം, സിംഹക്കുഴി ഉണ്ടാവാം, തീ ഉണ്ടായിരിക്കാം, യോർദാനായിരിക്കാം, എരിവും അതിലുണ്ടായിരിക്കാം. ഇതിലൊക്കെയും ജയം കെട്ടിടപ്പിക്കണമെങ്കിൽ നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് നമുക്കറിയണം, ലോകത്തിനറിയണം. പ്രതിഫലമില്ലാത്ത പണിയല്ല ദാനിയേൽ ചെയ്തത്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത്, ദൈവം പറയുന്നത്, ചിലർ എഴുന്നേറ്റ് വരുന്നത് എന്തിനറിയാമോ? നിത്യലജ്ജയ്ക്ക്. ചിലർ എഴുന്നേറ്റിരുന്ന ആകാശത്തെ പ്രഭ പോലെ, ചിലർ എഴുന്നേറ്റിരുന്ന നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുവാൻ. നാം ആരായിരിക്കും? ചുരുങ്ങി നിലയ്ക്ക് ആകാശപ്രഭ പോലെയായാലും വരുമില്ല. ഹല്ലേലൂയ. നക്ഷത്രങ്ങളെ പോലെയായാലും നമുക്ക് എന്തില്ല? നാം അതിനു വേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി സേവിക്കുക. നാം സേവിക്കുന്ന ആരാണെന്ന് വ്യക്തമായി അറിയുക. ദൈവം നമ്മെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ വിരാമിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.